എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, എന്റെ തലയെ മനുഷ്യ മധ്യ ഉയർത്തിടും. യഹൂദാ ഗോത്രത്തിൻ സിംഹമേ, ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. ആരാധ്യൻ ആരാധ്യൻ, സർവസ്വർഗഭൂമികൾക്കും ആരാധ്യൻ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാ യോഗ്യനാ. സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്, സ്വർഗത്തിൽ കേൾക്കുന്ന ശബ്ദമിത്. സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും, സിംഹാസനത്തിന്റെ നടുവിലും മുപ്പന്മാരുടെ നടുവിലും കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. കാണാമൊരു കുഞ്ഞാടിനെ, അറുക്കപ്പെട്ട കുഞ്ഞാടിനെ. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. വാഴ്ത്തുക വാഴ്ത്തുക യേശുവിന്റെ നാമം, വാഴ്ത്തുക ഉയർത്തുക ഉയർത്തുക യേശുവിന്റെ നാമം ഉയർത്തുക. ന്യൂ ഇയർ സർവീസ് 2025. ഈ പുതുവർഷം നമുക്ക് ഒരുമിച്ച് ആരംഭിക്കാം. ഡിസംബർ 31 വൈകുന്നേരം 7:30 മുതൽ. സ്ഥലം ട്രാവൻകൂർ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്റർ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, കാര്യവട്ടം, തിരുവനന്തപുരം. കർത്താവിന്റെ ദാസൻ അപ്പോസ്തലൻ ജോൺ താരു ഈ മീറ്റിംഗിൽ ശുശ്രൂഷിക്കുന്നു. നീ പറയുന്നത് ആത്മമണ്ഡലത്തിൽ നടക്കാൻ പോകുന്നത്. നീ ഒരു ഫ്ലെയിംസ് ഓഫ് ഫയർ ആകാൻ പോവാ. കൂടുതൽ വിവരങ്ങൾക്ക് 0471 661 6666. ഈ മീറ്റിംഗുകളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എൻ്റെ മേലുണ്ടായത്. കർത്താവിന് എന്നോട് പ്രിയം തോന്നി, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുണ എൻ്റെ മേലുണ്ടായി എന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലേക്ക് ഞാൻ കൊള്ളാകുന്നവനായിട്ട് ദൈവത്തിന് തോന്നി എന്നതും ഒരു കാരണമാകുന്നു. പലപ്പോഴും നമ്മളെക്കുറിച്ചിട്ട് കഴിവില്ല, അറിവില്ല, അയ്യോ എനിക്കതിന് കഴിയുമോ, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ എനിക്ക് ചിലത് ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നവരാണ്. ദൈവജനത്തിലുടനീളം നമുക്ക് പരിശോധിച്ചാൽ കർത്താവ് തിരഞ്ഞെടുത്ത ചില വ്യക്തികൾ പറയുന്നത് കേൾക്കാം, അയ്യോ എൻ്റെ കുലത്തിൽ ഞാൻ ഏറ്റവും ചെറിയതാണ്, അതിൽ തന്നെ ഏറ്റവും ചെറിയതായിരിക്കുന്ന എന്നെ തിരഞ്ഞെടുക്കാൻ ഞാൻ എന്തുള്ളൂ. ഇതേപോലെ പറയുന്നവരാണ് പലപ്പോഴും നമ്മൾ. എന്നാൽ കർത്താവിൻ്റെ ഉദ്ദേശത്തിലേക്ക് ഏറ്റവും കൊള്ളാവുന്നത് നീയാണെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ട്, സർവശക്തനായ കർത്താവിന് തോന്നിയത് കൊണ്ട് അവൻ നിന്നെ തിരഞ്ഞെടുത്തു. അതുകൊണ്ട് നീ ഒരു സാധാരണ വ്യക്തിയല്ല. നിന്നിൽ ചില കഴിവുകളെ ദൈവം നിന്നെ ഉളവാക്കുന്നതിന് മുൻപേ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉളവാക്കുന്നതിന് മുമ്പേ നിന്നിൽ അവൻ ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ചിലത് ശ്രേഷ്ഠമായി കർത്താവിന് വേണ്ടി ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങളെ ഉപയോഗിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം.
മുതൽ വെളിപ്പാട് വരെ ദൈവം തെരഞ്ഞെടുത്തവരെ നോക്ക്. വിക്കനെ എടുത്തു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? വിക്കനായ മനുഷ്യനെ എടുത്തു, കഴിവില്ലാത്ത പലരും എടുത്തു. പക്ഷെ ദൈവത്തിന് നോക്കിയപ്പോ ഇവൻ എനിക്ക് കൊള്ളാവുന്നതാണ്. ഒരു മനുഷ്യനോട് കർത്താവ് പറഞ്ഞു, എടാ നിന്നെ ഞാൻ ഒരു രാജ്യത്തെ വിടുവിക്കാൻ അയക്കാൻ പോവാ. പുള്ളി പറഞ്ഞു, എനിക്ക് വർത്താനം പറയാൻ അറിയത്തില്ലെന്ന്. നിങ്ങളൊന്നും വേണ്ടാതെ. പുള്ളിയുടെ പേരറിയോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന്റെ പേരാണ് മോശ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. പക്ഷെ ദൈവത്തിന് അയാളെ കണ്ടപ്പോ പറഞ്ഞു, വേറൊരാളെയും ഈ ജനത്തെ നയിക്കാൻ തെരഞ്ഞെടുത്താൽ ഒക്കത്തില്ല, ഇവനെയാണ് അതിന് കൊള്ളാകുന്നവൻ. മോശെ, നിനക്കതിന് കഴിവുണ്ടോ? മോശ പറയാ, വേറെ ആരെങ്കിലും ആക്കിക്കോ, എനിക്ക് പറ്റത്തില്ല. മോശെ, ഞാൻ നിന്റെ വായാകാം. പറ്റത്തില്ല, എന്റെ അനുജനെ വിളിച്ചോ, എന്റെ ചേട്ടനെ വിളിച്ചോ, വായ അയക്കിക്കോ, ഞാൻ ആക്ഷൻ കാണിക്കാൻ. അവൻ പറഞ്ഞോട്ടെ. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയോ? ശബ്ദം ഹല്ലേലൂയ പറയോ? നിനക്കും എനിക്കും ഞാനും നിങ്ങളും കൊള്ളരുതാത്തവരാ, കഴിവില്ലാത്തവരാ, കരുണ കാണിച്ചതിന്റെ ഫലമായിട്ട് വന്നിരിക്കുന്നവരാ. പക്ഷെ ദൈവം നോക്കുന്നത് അല്ല, എനിക്കിവനിൽ ചിലത് കാണാനുണ്ട്, എനിക്കിവനിൽ ചില പ്രത്യേകതകൾ കാണാനുണ്ട്, എനിക്കിവനിൽ ചില കഴിവുകൾ കാണാനുണ്ട്. വേദോസം പറയുന്നത് മോശയെ പോലെ സൗമ്യനായ ഒരു മനുഷ്യൻ ഭൂമിയിലില്ലായിരുന്നു. എന്നെ അറ്റസ്റ്റേഷനാ. ഇത് പറഞ്ഞത് ഞാനല്ല, ബൈബിളാണ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരാള് ഭൂമിയിൽ അന്ന് വരില്ല. ആ ആൾക്ക് തോന്നുന്നത് എനിക്ക് കഴിവില്ലെന്നാ, ആ ആൾക്ക് തോന്നുന്നത് എനിക്ക് അറിവില്ലെന്നാ. പക്ഷെ ദൈവത്തിന് തോന്നുന്നത് ഇവനെ പോലെ വേറൊരാളില്ലെന്നാ. അടുത്തിരിക്കുന്ന ഒരാളെ കൈ കൊടുത്തിട്ട് പറ, നിങ്ങളെ പോലെ വേറൊരാളില്ല, നിങ്ങളെ പോലെ വേറൊരാളില്ല. ദൈവത്തിന് നിങ്ങളെ പോലെ വേറൊരാളില്ല. പറ. ഇത് ഞാൻ വെറുതെ പറയുമല്ല. അതുകൊണ്ടാണ് ഇന്ന സ്ഥലത്ത് കിടന്നോ, ദൂരെ കിടന്നോ, സമീപത്ത് കിടന്നോ നിന്നെ അവൻ തെരഞ്ഞെടുത്തത്. You are chosen. 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 ആ കൈകളൊന്ന് അടിച്ചോണ്ട് പറ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. നിന്റെ ഭർത്താവ് പറയുന്നവരെ നീ കൊള്ളത്തില്ലെന്ന്, നിന്റെ ഭാര്യ പറയുന്നുണ്ടോ നീ കൊള്ളത്തില്ലെന്ന്, നിന്റെ അമ്മ പറയുന്നുണ്ടോ, നിന്റെ അപ്പ പറയുന്നുണ്ടാവും, സമൂഹം മുഴുവൻ പറയുന്നുണ്ടോ. പക്ഷെ ദൈവം പറയുവോ, എനിക്ക് ഇവനിൽ ചിലത് കാണാം, എനിക്ക് ഇവളിൽ ചിലത് കാണാം, എനിക്ക് ഇവനിൽ ചിലത് കാണാം, എനിക്ക് ഇവളിൽ ചിലത് കാണാം. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറ. അതുകൊണ്ടാ ദൈവം അടുത്ത വചനത്തിൽ പറഞ്ഞേ, യു ആർ സ്പെഷ്യൽ. അടുത്ത വാക്ക് എഴുതിയിരിക്കുവോ, നിങ്ങൾ ആരാണ്? സ്പെഷ്യൽ ആണ്. എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു സ്പെഷ്യലാണ്? സിസ്റ്റർ പേര് പറഞ്ഞു മറന്നുപോയി. ഒന്ന് പറയാനോടൊപ്പം ഞാനൊരു സ്പെഷ്യലാണെന്ന് പറയാവോ? സത്യമാണോ? ഇതാ അവിടെ നിന്ന് ചിരിക്കുന്നു. സത്യമായിട്ട് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും ഞാനൊരു സ്പെഷ്യലാണ്? എന്റെ ദൈവം ചില സമയത്ത് തോന്നിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം കുറച്ച് നാളായാലും കൂടെ കൂടിയിട്ട് അതിന്റെ പ്രത്യേകതയായിരിക്കും. എന്താ പേര് പറഞ്ഞടാ? ഷിനി. പറ, ഞാനൊരു സ്പെഷ്യലാണ്. പറ, എഴുന്നേക്ക, പേര് പറ. അനിൽ. സ്പെഷ്യലാണോ? തിരുവനന്തപുരം ഭാഷയിൽ തന്നെയുടെ സ്പെഷ്യൽ തന്നെ. നിങ്ങൾക്ക് സ്വയം ഇതുവരെ തോന്നിയിട്ടുണ്ടോ ഞാനൊരു സ്പെഷ്യലാണ്? നിങ്ങൾക്ക് തോന്നിയില്ല, പക്ഷെ ദൈവത്തിന് തോന്നി നീ ഒരു സ്പെഷ്യലാണ്. അതുകൊണ്ടാണ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. Come on, കൈ അടിച്ചൊരു ആമേൻ പറ. Come on, കൈ അടിക്കേ, ആമേൻ പറ. I am special. ഞാനൊരു പ്രത്യേകതയുള്ള ആളാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാനൊരു പ്രത്യേകതയുള്ള ആളാണെന്ന് പറയാത്തതിന്റെ കാരണം എന്നാണെന്നറിയോ? നമ്മളിലുള്ള ബലഹീനമായ ഭാഗങ്ങൾ പൊങ്ങി നിൽക്കുന്നതാണ് നമ്മുടെ തലയിലുള്ളത്. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല. ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും, ഞാൻ പെട്ടെന്ന് വികാരപ്പെടും, എനിക്ക് പെട്ടെന്ന് പറ്റ മോശം സ്വഭാവം വരും. എടേ, ഇതെല്ലാം ഉണ്ടെന്ന് ആരില്ലെന്ന് പറഞ്ഞില്ല, പക്ഷേ അത് നിങ്ങളുടെ ഒരു ഭാഗമാണ്. വേറൊരു ഭാഗം, ദൈവത്തിന് നിങ്ങൾ സ്പെഷ്യലാണ്, ദൈവത്തിന് നിങ്ങൾ വ്യത്യസ്തരാണ്.
മറ്റാർക്കും ഇല്ലാത്തത് നിങ്ങൾക്കുണ്ട്. മറ്റാർക്കും ഇല്ലാത്തത് ദൈവം നിങ്ങളിൽ കണ്ടിരിക്കുകയാണ്. മറ്റാർക്കും ഇല്ലാത്തത് ദൈവം നിങ്ങളിൽ കണ്ടിരിക്കുകയാണ്. പ്രിൻസിന്റെ മോളങ്ങ് പാടി. ഇവിടെ അമ്മയോട് ചോദിച്ചു നോക്കിയേ, എന്നാ പറയുന്നറിയോ? ബ്രദറെ ഇവള് അങ്ങനെ, ബ്രദറെ ഇവിടെ ഇങ്ങനെ, ബ്രദറെ എനിക്ക് ഇവള് ഭയങ്കര ഇഷ്ടമോ? നിങ്ങൾക്ക് തോന്നി ഇവളൊരു ഓർഡിനറി ആണെന്ന്. ഞാൻ നോക്കുമ്പോ ഡ്രംസ് പഠിക്കാൻ പോകുന്നു. അടുത്ത് ചോദിക്കുന്നു, ബ്രദറെ കീബോർഡും കൂടെ പഠിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഇവൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്? ഇവൾക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് ഇവൾക്ക് തന്നെ അറിയത്തില്ല. നിങ്ങൾ വിചാരിക്കരുത് അത് ചുമ്മാ വരുന്ന ആഗ്രഹമാണ്. ഇവൾ ലോകരാജ്യങ്ങളിൽ ദൈവം ഉപയോഗിക്കാൻ പോകുന്നൊരു മോളാണ്. I am special. Amen. I am special. I am special. Thank you, Jesus. ഒന്ന് കരമുയർത്തി പറഞ്ഞേ, ഞാനൊരു പ്രത്യേകതയുള്ള ആളാണ്. ഞാനൊരു പ്രത്യേകതയുള്ളവനാണ്. പറ, ഞാനൊരു പ്രത്യേകതയുള്ളവനാണ്. പറയുന്നുണ്ടോ? ഞാനൊരു പ്രത്യേകതയുള്ളവനാണ്. യെസ്. എന്നോട് കൂടെ പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറയണം, ജോൺ ദാരു മറ്റാരിൽ നിന്ന് വ്യത്യാസമുള്ള ഒരാളാണ്. മറ്റാരിൽ നിന്ന് വ്യത്യാസമുള്ളവനാണ്. പറ, നിങ്ങളുടെ പേര് പറഞ്ഞിട്ട് പറ. വിഷ്ണു മറ്റാരുള്ളവരിൽ വ്യത്യസ്തമുള്ളവനാണ്. മൈക്കെടുത്തെന്ന് പറഞ്ഞിടാ. പറ പറ. ജോൺ ദാരു മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തനാണ്. നിങ്ങളെല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ദൈവം നിങ്ങളിൽ വ്യത്യസ്തത കണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളിൽ വ്യത്യസ്തത കണ്ടിരിക്കുകയാണ്. Come on, കൈ അടിച്ചോണ്ട് പറ, ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഞാനൊരു വ്യത്യസ്തനാണ്. ഒന്നുകൂടെ പറ, ഞാനൊരു സാധാരണ വ്യക്തിയല്ല, ഞാനൊരു വ്യത്യസ്തനാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ തലയിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്നത് എന്തുവാ? ഞാനൊരു സാധാരണ മനുഷ്യൻ. എങ്ങനെയാ നമ്മുടെ തലയിലുള്ളത്? ജോസ് എങ്ങനെയാ ഉള്ളത്? ഓ, ഞാനൊരു സാധാരണ മനുഷ്യൻ. നീ ആരാ സാധാരണ എന്ന് പറഞ്ഞ്? ദൈവം നിന്നെ തെരഞ്ഞെടുത്തതിന്റെ ഉദ്ദേശം നിന്നിൽ മറ്റാരിലും കാണാത്തത് ദൈവം കണ്ടോണ്ടാ. മറ്റാരിലും ഇല്ലാത്തത് എന്നിലുണ്ട്. മറ്റാരിലും ഇല്ലാത്തത് എന്നിലുണ്ട്. ഒന്നും കൂടെ പറ, മറ്റാരിലും ഇല്ലാത്തത് ഒന്നും കൂടെ പറ, മറ്റാരിലുമില്ലാത്തത് എന്നിലുണ്ട്. ആ കൈകൾ അടിച്ചിട്ട് പറ, മറ്റാരിലും ഇല്ലാത്തതാ എന്നിലുണ്ട്. ഞാൻ വ്യത്യസ്തനാണ്. എന്നെ ആളുകൾ കളിയാക്കുന്ന ഒരു പാണ്ഡൻ ഉപദേശി എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നത്. അവര് കളിയാക്കുമ്പോ ഞാൻ എന്നാ ചെയ്യുന്നു? ഒറ്റയ്ക്ക് നിന്നിട്ട് പറയും, എന്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, അവർക്ക് എന്റെ പാണ്ഡെ കാണാനുള്ളൂ, പക്ഷെ ഞാൻ വ്യത്യസ്തനാണ്. രാമീൻ പറയാത്ത എന്താ? ലോകം പറയുന്നതല്ല ശരി, എന്റെ ദൈവത്തിന്റെ വചനം പറയുന്ന ശരി. ഞാൻ വ്യത്യസ്തനാണ്, ഞാൻ സ്പെഷ്യലാണ്, ഞാൻ ചോസനാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇനി അടുത്തിരിക്കുന്നവരോട് പറ, ഒരു പ്രത്യേക കാര്യം പറയാൻ പോകുമെന്ന് പറഞ്ഞേ. നിങ്ങളുടെ കയ്യിൽ എത്ര പേരുടെ കയ്യിൽ ബൈബിൾ ഇരിപ്പുണ്ട്? ആ ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച്, മൊബൈൽ ആണെങ്കിലും കുഴപ്പമില്ല, ബൈബിൾ ഒന്ന് ഉയർത്തിപ്പിടിച്ച്. മൊബൈലായിട്ട് കുഴപ്പമൊന്നുമില്ല, മൊബൈലിലെ ബൈബിൾ എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല, നോക്കിയാൽ മതി. ഒന്ന് ഉയർത്തിയിട്ട് പറഞ്ഞേ, ഇതെന്റെ ബൈബിളാണ്. ഇനി ഒരു ചോദ്യം ചോദിക്കുക ഞാൻ നിങ്ങളോട്. ഈ ബൈബിൾ എപ്പോഴാണ് നിങ്ങൾ സ്പെഷ്യലാന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ബൈബിൾ നമുക്ക് തന്നത് എന്തിനാണ്? നമ്മുടെ തലയിലുള്ള ചിന്ത എന്ന് അറിയോ? നമ്മുടെ കുറവുകൾ കാണിക്കാൻ വേണ്ടി. എന്തിനാ ബൈബിൾ തന്നെ? പറ, നമ്മുടെ കുറവുകൾ. ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ കുറവല്ലാതെ വേറെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ഒന്നും മിണ്ടുന്നില്ല കണ്ടോ? പക്ഷെ ഈ ബൈബിൾ തന്നത് നിങ്ങളുടെ കുറവുകൾ കാണിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ കഴിവുകൾ കാണിക്കാനാണ്.
Amen. നിങ്ങൾ കൈയടിച്ചില്ല. Hallelujah. എന്തുകൊണ്ടാണ് നിങ്ങൾ ബൈബിൾ വായിക്കുമ്പോൾ കുറവുകൾ മാത്രം കണ്ടെന്നറിയോ? ഇത് കുറവുകൾ കാണാനുള്ള കണ്ണാടിയായിട്ട് മാത്രമാണ് നിങ്ങൾ കണ്ടതാ. പക്ഷേ പൗലോസ് പറഞ്ഞു ഇത് ദൈവവചനം എന്ന കണ്ണാടിയാണ്. ഇതിലേക്ക് നോക്കിയാൽ ഞാൻ ആരാണെന്ന് മനസ്സിലാവും. Hallelujah. Amen. ഇത് ദൈവവചനം എന്ന കണ്ണാടിയാണ്. യാക്കോബ് പറയുവാ ഇത് ദൈവവചനം എന്ന കണ്ണാടിയാണ്. ഇതിലേക്ക് നോക്കിയാൽ ഞാൻ ആരാന്ന് മനസ്സിലാകുമെന്ന. Yes. ഞാൻ ആരാന്ന് മനസ്സിലാകുമെന്ന. Amen. ഞാൻ ആരാന്ന് മനസ്സിലാകുമെന്ന. അപ്പൊ ഞാൻ ആരാന്ന് മനസ്സിലാകാനാണ് ഈ ബൈബിൾ എനിക്ക് തന്നിട്ടുള്ളത്. Hallelujah. Thank you, Lord. പക്ഷെ ആളുകൾ ഈ ബൈബിളിനെ വെച്ചിട്ട് എന്ത് ചെയ്തു? നിന്റെ കുറവുകൾ കണ്ടപ്പോ നിങ്ങൾ ബൈബിൾ കുറവുകൾ കാണിച്ചു തരാനുള്ള പുസ്തകമായി മാത്രം അതിനെ കണ്ടു. എന്നാൽ ബൈബിൾ കുറവുകൾ മാത്രം കാണിക്കാനുള്ളതല്ല, നിന്റെ കഴിവുകൾ കാണിക്കാനുള്ള പുസ്തകമാണ്. Hallelujah. Thank you, Jesus. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കടക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എനിക്ക് അസാധ്യമായതൊന്നുമില്ല. Hallelujah. ഞാൻ പറഞ്ഞ ചിലത് നടക്കും. എന്റെ കഴിവാണ് ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിനെ പറയാം, നിനക്കൊന്നും അസാധ്യമായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഒന്നും അസാധ്യമായിരിക്കത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവനുള്ള കഴിവ് പറയുക, നിനക്കൊന്നും പറ്റാതെ, നിനക്കൊന്നും അസാധ്യമായിരിക്കത്തില്ലെന്നാ. നിനക്കെല്ലാം സാധ്യമായിരിക്കുമെന്നാ. Come on. കൈകളടിച്ചൂടെ ഹല്ലേലൂയ പറ. Hallelujah. റസലകറബ. Shakato. ഒന്ന് കൈയടിച്ചൂടെ ആമേൻ പറഞ്ഞേ. Amen. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ കഴിവുള്ളയാളാണ്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടയാളാണ്. പറ ഒന്നുകൂടെ, ഞാൻ കഴിവുകളുള്ളയാളാണ്. പറ, ഞാൻ കഴിവുള്ളവനാണ്. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് ഞാൻ. എന്നോട് ഒരിക്കലും ഒരു പെങ്കൊച്ചു വന്നിട്ട് സെക്ഷൽ ആയ കാര്യങ്ങൾ പറഞ്ഞു. വിശ്വാസി വന്നതിന് ശേഷമാ ഞാൻ അവളോട് പറഞ്ഞു, പ്രൈസ് ദി ലോർഡ് സിസ്റ്റർ എന്ന്. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, നീ ഒക്കെ ഒരു ആണാണോടാണ്. ഞാൻ അവളോട് പറഞ്ഞു, മറ്റേ ആണുങ്ങളെല്ലാം വാടുമെങ്കിൽ ഞാൻ വാടത്തില്ല സിസ്റ്റർ എന്ന് പറഞ്ഞു. എല്ലാവരും പെങ്കൊച്ചുങ്ങൾ വളച്ചു കാണിച്ച. ഞാൻ അന്ന് എനിക്ക് ബിസിനസ് സ്ഥാപനമുണ്ട്. പെമ്പിള്ളേർ ഇഷ്ടം പോലെ ചർച്ച കടയിൽ വരും. ആ കൊച്ചു കുറച്ച് ദിവസം കൊണ്ട് എന്നെ ലൈൻ അടിച്ചു. എനിക്ക് അവളെ കണ്ടിട്ടൊക്കെ ഇഷ്ടമായി. പക്ഷേ എന്നാ ചെയ്യാനോ, നിങ്ങൾക്ക് എന്നെ മനസ്സിലാവുന്നു. ഞാൻ അവളോട് പറഞ്ഞപ്പോ അവള് പറഞ്ഞു, നീയൊക്കെ ആണാണോ അത്. ഞാൻ അവളോട് പറഞ്ഞു, മറ്റെല്ലാവരെയും വളച്ചാൽ വളയുമെങ്കിൽ ഞാൻ വളയാത്തതാ എന്റെ ആണത്തെന്ന് പറഞ്ഞു. സാധാരണ പെൺപിള്ളേരെ ആൺപിള്ളേരെ കണ്ണു കാണിച്ചാൽ വീഴും. പക്ഷെ നീ വീഴുന്നില്ല എങ്കിൽ അതാ നിന്റെ സ്പെഷ്യാലിറ്റി. എന്താ നീ ആമീൻ പറയാത്ത? മറ്റേ പിള്ളേരെല്ലാം ഒരുമിച്ച് കൂടുമ്പോ ഒരു പെക്കടിക്കും. എന്നാൽ നീ അതിന്റെ നടുവിൽ അടിക്കാതിരിക്കുന്നതാ സ്പെഷ്യാലിറ്റി. ചില ആളുകൾ പറയും, ആണാന്നോടാ. അല്ലടാ, മറ്റെല്ലാവരുടെയും വ്യത്യസ്തനായിരിക്കുന്നത് ആണത്തം എന്ന് പറയുന്നത്. മറ്റെല്ലാവരും വാടുന്ന സ്ഥലത്ത് വാടാത്തത് ആണത്തരം എന്ന് പറയുന്നത്. എന്റെ കൂടെ ഉണ്ടോ ഒരു ഹല്ലേലൂയ പറ. ഒന്ന് പറഞ്ഞേ, ഐ ആം സ്പെഷ്യൽ. ഞാനൊരു വ്യത്യസ്തനാണ്. ഒന്നാമത്, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ഞാനൊരു വ്യത്യസ്തനാണ്. കൈകളടിച്ചു ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾ കഴിവുള്ള വ്യക്തികളാണ്. നിങ്ങൾ സാധാരണ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തരാണ്. നിങ്ങളെ ചുറ്റുപാടുമായിരിക്കുന്ന മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ വ്യത്യസ്തനാണ്. അവൻ്റെ വേലയ്ക്ക് ഏറ്റവും പ്രയോജനപ്പെടുത്താൻ കൊള്ളാകുന്നതാണ് നിങ്ങളെന്ന് ദൈവത്തിന് തോന്നിയത് കൊണ്ടാണ് അവൻ്റെ വേലയിലേക്ക് അവൻ നിങ്ങളെ തിരഞ്ഞെടുത്തത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വളരെ ധൈര്യത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി ചിലത് ചെയ്താട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ബ്രദറെ, ആൻറ്റിയുടെ പേര് യമുന.
കൊടുങ്ങൂരിൽ നിന്നാണ് കടന്നു വരുന്നത്. ഈ ആൻറ്റി വലിയൊരു സാക്ഷിയാണ് പറയുന്നത്. മകൻ അഭിജിത്തിന് നമ്മുടെ കോട്ടയം മീറ്റിങ്ങിന് 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഓട്ടോയുമായി കൂട്ടിയിടിച്ചാണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അതേ തുടർന്ന് കാലിന് പൊട്ടലുണ്ടായെന്നാണ് സാക്ഷീകരിക്കുന്നത്. എന്നാൽ ആ മീറ്റിങ്ങിന് കടന്നു വന്ന് പൂർണ്ണ സൗഖ്യം ലഭിച്ചെന്നാണ് സാക്ഷീകരിക്കുന്നത്. നീ അന്ന് കാല് പൊട്ടിക്കൊണ്ടാണോ ചർച്ച വന്നേ? കാല് കെട്ടിക്കൊണ്ട് വന്നേ. ഓ, അന്ന് നിന്നോട് ഞാൻ വിശ്വാസം ഉണ്ടോന്നൊക്കെ ചോദിച്ചു വരട്ടിയതല്ലേ? നിന്നെ കളിയാക്കിയും വരട്ടും എന്നൊക്കെ ചെയ്ത് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ടോ. അന്ന് സൗഖ്യമായി. ഓക്കേ. അന്ന് നീ പോകുമ്പോ സൗഖ്യമായിട്ടാണ് പോയെ? നടന്നാ പോയത്. കാല് ഒടിഞ്ഞിട്ടാ വന്നേ? കാലിന് പൊട്ടലായിരുന്നു. എവിടെയായിരുന്നു പൊട്ടല്? പത്തിക്ക്. പത്തിയില്. നിനക്കെന്തുമായിരുന്നു തോന്നിയിരുന്നേ അന്ന്? നീ ചിന്തിച്ചിരുന്നേ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ സൗഖ്യമാവോ എന്ന് ചിന്തിച്ചിരുന്നോ? അങ്ങനെ ചിന്തിച്ചാ വന്നത്? അമ്മ പിടിച്ചോണ്ട് വന്നതാ? പക്ഷെ നീ പോയത് നടന്നോണ്ടാ പോയെ? കാല് പൊട്ടലായിട്ട് വന്നതാണ്. തിരിച്ച് ഞാൻ എന്റെ പിക്കപ്പ് ഓടിച്ച് തിരിച്ച് അവിടെ വരെ ചെന്നേ. നിങ്ങൾ എന്താ കൈയടിക്കാത്ത? ഞാൻ ചോദിക്കട്ടെ, നിജസ്ഥിതി എന്തായിരുന്നു? പിക്കപ്പ് ഓടിക്കാൻ പറ്റുന്ന സ്ഥിതി ആയിരുന്നില്ല. ഇത് കള്ളമല്ലല്ലോ. അല്ല, ഇങ്ങോട്ട് ഓടിച്ചത് ചേട്ടച്ചാരായിരുന്നു. തിരിച്ച് ഞാൻ തന്നെ ഓടിച്ച് വീട്ടിൽ. വേദനയില്ല, ഒടിഞ്ഞ കാല് സൗഖ്യമായി. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ കയ്യിൽ കാണണമല്ലോ ചോദിച്ചാ. ആ വീഡിയോ കാണണമെന്ന് എൻ്റെ വിശ്വാസം. കാല് പൊക്കട, എടുക്കണേ, പൊക്കട. ഇതെല്ലാം കെട്ടി വെച്ചിരിക്കുവാന്നോ? ഇത് സൗഖ്യമായെന്ന് യേശുവിനോട് ചോദിക്കുമോ? ഇത് സൗഖ്യമായെന്ന് യേശുവിനോട് ചോദിക്കുമോ? ഉള്ള കുരുത്തക്കേട് കളയുമോ? എനിക്ക് പലതും പറയാൻ വയ്യ. ഈ അമ്മ എനിക്ക് കുറച്ച് ഇഷ്ടമാണ്, അതാ കാരണം. പൊക്ക്. കർത്താവേ തന്നെ സൗഖ്യമാകട്ടെ, കർത്താവേ തന്നെ സൗഖ്യമാകട്ടെ. ഇപ്പം നീ എന്ത് ചിന്തിച്ചേ? ഇങ്ങനെ പ്രാർത്ഥിച്ച സൗഖ്യമാകുന്നു? ഇല്ല. പിന്നെന്തോടാ ചിന്തിച്ചേ? ചെയ്യാൻ പറ്റത്ത് ചെയ്യടാ, നോക്ക്. അങ്ങനെ മാറി. അത്രയല്ലേ ഉള്ളായിരുന്ന കാര്യം. ദൂരെ മര്യാദക്കാരനാവണം. ഏക്കടാ ഒരു കർത്താവിനോട് ജീവിക്കണം. നടക്ക്, ഞാൻ കാണട്ടെ. മുടന്നി വന്നതാ, സൗഖ്യമായിട്ട് വീട്ടിൽ പോവുക. എന്നിട്ട് അതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുക ഇതിങ്ങനെ പ്രാർത്ഥിച്ചാൽ മാറുമെന്ന്. ഒരു കുഴപ്പമില്ല. ഞാൻ ഇന്നലെ കൂടെ ബൈക്ക് ഫുള്ളോടെ പൊക്കിയെടുത്ത് ഒരു കാലത്തിന് വെയിറ്റ് എടുത്ത് പൊക്കിയെടുക്കുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല. ഒന്ന് കൈ അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ അത്ഭുതങ്ങൾ ഇപ്പോഴും ഉണ്ട്. കർത്താവ് ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്നു. TV പ്രേക്ഷക സംഗമം എറണാകുളത്ത് ഡിസംബർ 18 ബുധനാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം AJ ഹാൾ, കലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, എറണാകുളം. TV പ്രേക്ഷക സംഗമം പാലക്കാട് ഡിസംബർ 19 വ്യാഴാഴ്ച രാവിലെ 10:30 മുതൽ. സ്ഥലം മോത്തി മഹൽ കല്യാണ മണ്ഡപം, KSRTC ബസ് സ്റ്റാൻഡിന് സമീപം, ഷൊർണൂർ റോഡ്, നൂറണി. മിറക്കിൾ സൺഡേ പാറശാലയിൽ ഡിസംബർ 22 വൈകുന്നേരം 4:30 മുതൽ. സ്ഥലം ഷീല കല്യാണ മണ്ഡപം, പാറശാല. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്കായി നന്ദി പറയാം. കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ഓരോ സാക്ഷ്യവും കാണുമ്പോൾ എത്ര പേരാ കർത്താവിനാൽ ജീവിതത്തിലേക്ക് മടങ്ങി വന്നത്, എത്ര വീട്ടിൽ നിന്ന് സങ്കടം മാഞ്ഞു പോയത്, എത്ര പേരുടെ വീട്ടിലാണ് അവരുടെ ആഗ്രഹം സഫലമായത്. ദൈവത്തിൻ്റെ മനസ്സ് എത്ര വലുതാണ്. ദൈവജനം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കർത്താവിൻ്റെ അടുക്കൽ വന്ന സകലരെയും യേശു സൗഖ്യമാക്കുവാനിടയായി. ഹല്ലേലൂയ. അവൻ്റെ അടുക്കലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസവും അത്ഭുതങ്ങളെ അനുഭവിക്കും. ഓരോ ദിവസവും അവൻ്റെ നന്മയെ അനുഭവിക്കാനിടയാകും. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം വിശ്വാസത്തോടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. അപ്പോൾ എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. അപ്പോൾ ദൈവത്തിൻ്റെ അടുക്കലായിരിക്കുന്ന ഓരോ വ്യക്തികളും കർത്താവെ ഓരോ ദിവസവും പുതിയ അനുഭവങ്ങളിലൂടെ പോകുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അവൻ്റെ ദയ പുതിയതെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കർത്താവെ, ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന അവിടുത്തെ ബ്ലെസ്സിങ്ങുകൾക്കായി നന്ദി. അപ്പോൾ ആത്മീയ അനുഭവങ്ങൾക്കായി നന്ദി പറയുന്നു. ഇവരോരോരുത്തരും അത് അനുഭവിക്കട്ടെ. ഈ വീടുകളിലത് കർത്താവെ നിറഞ്ഞു നിൽക്കട്ടെ അപ്പാ. ഈ വീടുകളിലത് നിറഞ്ഞു നിൽക്കട്ടെ അപ്പാ, നിറഞ്ഞു നിൽക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ,
മദ്യത്തിന് അടിമപ്പെട്ട് വഴക്കും ലഹളയുമായിരിക്കുന്ന വീടുകളിൽ ദൈവത്തിൻ്റെ സമാധാനം വസിക്കട്ടെ അപ്പാ. കർത്താവേ, ഒരു സമാധാനപുത്രൻ ആ വീട്ടിലുണ്ടെങ്കിൽ ആ സമാധാനം അവിടെ നിലനിൽക്കുമെന്ന ആ വീട്ടിൽ നിന്ന് ഇരുട്ടിൻ്റെ ബലം കർത്താവേ അതില്ലാതായി പോകട്ടെ അപ്പാ. ഇരുട്ടിൻ്റെ അവകാശങ്ങൾ ആ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. ശാപത്തിൻ്റെ പ്രവൃത്തികൾ ആ വീട്ടിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ അപ്പാ. സ്വസ്ഥതയെ കൊടുക്കുന്ന, സമാധാനത്തെ കൊടുക്കുന്ന ദൈവപ്രവൃത്തിക്കായി നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അതേപോലെ ഡാൻസ് ചെയ്യുന്ന ട്രൂപ്പിലായിരിക്കുന്ന ഒരു വ്യക്തിക്കായി പ്രാർത്ഥിക്കുകയാണ്. ആ വ്യക്തിയുടെ കാലുകളിലായിരിക്കുന്ന ആ പ്രയാസത്തെ കർത്താവ് സൗഖ്യമാക്കുകയാണ്. ആ കാലുകളിലായിരിക്കുന്ന ആ നീര് വെക്കുകയും വേദനയുണ്ടാകുകയും ചെയ്യുന്ന അനുഭവത്തിൽ നിന്നും കർത്താവ് ആ വ്യക്തിയെ സൗഖ്യമാക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. അപ്പോൾ അവിടുത്തെ കൃപയ്ക്കായി നന്ദി പറയുന്നു. ഈ കാണുന്ന കുടുംബങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. അപ്പോൾ ആ ഒരു പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കണമപ്പാ. അതേപോലെ 10-12 വയസ്സുള്ളൊരു മോളെ കാണാം. ആ മോളുടെ ശരീരത്തിൽ നീര് വെക്കുന്ന ഒരു രോഗം ആ മോൾക്കുണ്ട്. ആ മോള് മെഡിസിൻ എടുക്കുന്നു. അത് കാരണം ഒരു കാര്യത്തിനും ഉത്സാഹമില്ലാതെ മയങ്ങിയിരിക്കുന്ന ഒരു അനുഭവം. കർത്താവെ, ആ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് സൗഖ്യത്തെ പകർന്നാട്ടെ. കർത്താവെ, ആ ശരീരത്തോട് വാദിക്കുന്ന എല്ലാ രോഗത്തിൻ്റെ കെടുതികളിൽ നിന്ന് അവിടുന്ന് വിടുവിച്ചാട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. അവൻ്റെ കൃപയെ ഓരോ ദിവസവും അനുഭവിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.